ഞാൻ ഒരു ബൈക്ക് എടുത്താലോ എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. സ്പ്ലെൻഡർ എടുക്കും. അതാകുമ്പോ നല്ല മൈലേജും കിട്ടും. സ്പ്ലെൻഡറാ. ഞാൻ ബൈക്കിൽ പോകുമ്പോ പെമ്പിള്ളാര് വീഴണം. ചെന്ന് ചിടിച്ചു കൊടു, എന്നാലേ വീഴത്തോളൂ. ചിലപ്പോ സ്പെക്സ് വെച്ചതിന്റെ വേണ്ട വേണ്ട, വെച്ചോ വെച്ചോ വെച്ചോ. ആ വൃത്തിയുടെ പറയട്ടെ. അത് മാറാൻ വേണ്ടിട്ടാണ് ഞാനിത് വെച്ചത്. ഞാൻ ഫാമിലിവരായിട്ട് വെൽ സെറ്റിൽഡ് ആണ്. വീട്ടിൽ 2 പോത്തിനെ വളർത്തുന്നുണ്ട്. ഒന്നിവനും ഒന്നിവന്റെ അച്ഛനും. പന്നി. ഹലോ, അൽഫാം അല്ലേ? 2 സിൽസില ഹോട്ടൽ വേണമായിരുന്നു. അല്ല, സിൽസില ഹോട്ടലില്ലേ? 2 അൽഫാം വേണമായിരുന്നു. മെക്സിക്കൻ അൽഫാം ഉണ്ട്, ഹണി അൽഫാം ഉണ്ട്, നോർമൽ അൽഫാം ഉണ്ട്. ഏത് വേണം? ഈ പറയ് അൽഫാം ഉണ്ടാ? തെറി വിളിക്കണ ചേച്ചി, അത് പെരി പെരി അൽഫാമാണ്. നിങ്ങളെ കൊണ്ടുവരുമ്പോഴേക്കും പെരി പെരി. നമ്മൾ കഴിച്ചു തീർന്ന അഭിപ്രായം പറയുമ്പോ പറയ്. ക്വാർട്ടർ വേണോ, ഹാഫ് വേണോ, അത് ഫുള്ള് വേണോ? ഇത് സിൽസില ഹോട്ടൽ തന്നെ അല്ലേ? ബെവറേജസ് ഒന്നും അല്ലല്ലോ ഹാഫും കോട്ടൊക്കെ ചോദിക്കാൻ. അത് പറയേച്ചി. അളവല്ലേ എഴുതിയെടുത്തോ. 36 ചെസ്റ്റ്, ഷോൾഡറിന് 32, ബാക്ക് ഒരു 24. ഹൂക്ക് വെച്ച് പിടിപ്പിച്ചോളേ. ഓക്കെ, ബ്ലൗസ് ഞാൻ തച്ചിട്ട് വൈകുന്നേരം വീട്ടിൽ കൊണ്ട് എത്തിച്ചേക്കാം. ഇത് ഹോട്ടലാണോ അതോ തയ്യൽ കടയാണോ? ഞാൻ തന്നെ മറന്നുപോയി. ചേച്ചി എത്ര കോഴി അൽഫാം വേണോന്ന് പറ. ഒരു 4 ക്വാർട്ടർ എടുത്തോ. അതിനേക്കാളും ഫുൾ എടുക്കണല്ലേ നല്ലത്. ഫുൾ വേണ്ട. ഒരു കാര്യം ചെയ്യ്, ഒരു ഹാഫും 2 ക്വാർട്ടർ എടുത്തോ. ഫുൾ വെക്കല്ലേ. കൂടെ ഭർത്താവും 2 മക്കളും. ഒരു ഭർത്താവേ ഉള്ളൂ. അയ്യോ, കൂടെ എന്തിനു കഴിക്കാൻ വേണോന്ന്. ഉപ്പാവുണ്ടാ? അയ്യോ, വേറെടാ, നിന്റെ ചേട്ടനാണോ? നിന്റെ ഇവന്റെ അച്ഛനെ വിളിച്ചോണ്ടോ? ഞാനേ ഇവന്റെ അച്ഛൻ. ഇവന്റെ അച്ഛനാ നീ? എടാ അനിയ, നീ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഞാൻ +2. അപ്പൊ ഇവന്റെ അമ്മ ബ്രോയുടെ വൈഫ്? അവള് 10ലെ പരീക്ഷയ്ക്ക് പഠിച്ചോണ്ടിരിക്കുന്നു. കുറച്ചും കൂടെ ഒന്ന് ബുക്ക് ചെയ്യായിരുന്നെങ്കിൽ കേരളത്തിലുള്ള ആൾക്കാരുടെ സംശയം മാറിയേനെ. ഹലോ അവിനാശ്. കൃഷ്ണ, ഇവനൊക്കെ ഏതാ? എന്താ ഇങ്ങനൊക്കെ? ഐ ഗോട്ട് ബ്രേക്കപ്പ്. എത്ര മാസമായിരുന്നു? 4 മാസമായിരുന്നു. 4 മാസം ഗർഭിണിയായിരുന്നു. ഗർഭിണിയല്ല, 4 മാസം റിലേഷൻ ആയിരുന്നു. നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ്ങിൽ തന്നെ ആദ്യത്തെ ബ്രേക്കപ്പാ. ആഘോഷമില്ല, ആശംസ മാത്രം. എന്നെ രാവിലെ ഉറക്കം എണീപ്പിക്കുന്ന അവളായിരുന്നു. ഇനി അലാറം വെച്ചാൽ മതി, സമയത്തിന് എണീക്കാം. എന്നോട് സമയത്തിന് ഫുഡ് കഴിക്കാൻ പറയുന്നത് അവളായിരുന്നു. ഇന്ന് വിശക്കുമ്പോ തന്നെ കഴിച്ചോളൂ വളിയാ. അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാ? സുബിനെ, every breakup is a wake up, and is the remaining loneliness of the night is the darkest face of the 50 Shades of Grey. Have you watched it? Every breakup is a break. Take a break. Have a Kit Kat. എന്ത്? ഇതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. എന്തോ പറഞ്ഞേ? എന്തുതാ പറഞ്ഞത്? മോശമായിട്ടുള്ള നിയമമെന്ന് ഞാൻ പറഞ്ഞോളൂ. കാരണം ഞാൻ ഇന്നലെ വഴി കൂടെ നടന്നു വരുമ്പോൾ ഒരു പെണ്ണുപിള്ള എന്റെ കയ്യിൽ കയറി പിടിച്ചു. അത് നേരെ മറിച്ച് ഞാൻ ഒരു സ്ത്രീയുടെ നേരത്തെ കൃത്യമാക്കി എന്റെ IPC സെക്ഷൻ പ്രകാരം എന്നെ പിടിച്ച് അകത്താക്കത്തില്ലേ? ഒരു സ്ത്രീയെ കയറി പെണ്ണുപിള്ളക്ക് താഴെ വിട്ടുവന്നോ? പിന്നെ പെണ്ണുപിള്ള എന്നല്ല, പിന്നെ ആണുപിള്ളെന്ന് കുടിക്കാൻ പറ്റുമോ? പെണ്ണുപിള്ള കൂളാവും അവിടെ. ഇതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സമൂഹത്തിന് ഇഷ്ടമല്ലെന്ന് പറയുന്നത്. എന്റെ അച്ഛന് ഇഷ്ടമല്ല, ഭർത്താവ് ഇഷ്ടമല്ല, എന്റെ മോനെ പോലും ഇഷ്ടമല്ല. നിങ്ങളെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ നിങ്ങളെ ബഡ്ജറ്റ് തന്നെ ഉണ്ടാക്കി അതിനൊരു പുരുഷൻ വേണം. സാറിനടുത്തേക്ക് ചോദിക്കാം. സാർ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത്? സാർ, സ്ത്രീ എന്ന് പറഞ്ഞാൽ പെണ്ണ്, പുരുഷൻ എന്ന് പറഞ്ഞാൽ ആണ്. മുതുക്ക് വാണമെന്ന് പറഞ്ഞാൽ ഈ കിള പറയുമ്പോൾ കഴിഞ്ഞ ദീപാവലിക്ക് പൊട്ടിച്ച വാണോ? അങ്ങനെയാണെങ്കിൽ ആ വാണോട്ട് നിങ്ങൾ മൂട്ടിട്ട് പോട്ടിരിക്കും. ഈ അൺകൾച്ചറൽ സ്പെല്ലോസിൽ സംസാരിക്കാൻ താല്പര്യമില്ല. ആദ്യം നിങ്ങൾ ആ അൺകൾച്ചറൽ സ്പെല്ലോസിന്റെ സ്പെല്ലിംഗ് എന്ന് പറഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് രാജ്യം വേണം. നിങ്ങളെ കുടുംബത്തിലായിട്ട് നയിക്കാൻ പിന്നല്ലേ രാജ്യം.
രണ്ട് മറ്റേ സ്പെഷ്യൽ ചായ. ഇവിടത്തെ ചായ എന്ന് പറഞ്ഞാണ്ടല്ലോ സൂപ്പർ ചായ. പശു പാലിലല്ല, എരുമപ്പാൽ. അയ്യോ വലിഞ്ഞടിക്കാം. ചായ കുടിക്കാതെ ഞാനായിരുന്നല്ലോ ഈ അഡിക്റ്റ് ആയി. സ്പെഷ്യൽ മസാലയൊക്കെ ഇവിടെ ചേർക്കുന്നത്. സ്പെഷ്യൽ മസാല മീൻകറിക്കുള്ള മസാല അങ്ങനെ ചായ ഇടും. സൂപ്പർ ചായ. എടാ നിന്നെ ഇവിടെ എല്ലാവർക്കും അറിയാല്ലേ, ഞാൻ ഈ നാട്ടില് ഭയങ്കര ഫേമസാ. ഒരു രക്ഷയില്ലാത്ത ഭയ എല്ലാരുമായിട്ടും കണക്ഷൻ. ഈ ഇലയായിട്ടുള്ള ഞാൻ കണക്ഷനാണ്. കൊച്ചാളാ എവിടെയായിരുന്നു? ഇന്നലെ കാറ്റടിച്ചപ്പോ മോളിൽ പോയി. ഇപ്പോഴാണ് കിട്ടിയ പൊട്ടോ പൊട്ടോ. ഇവിടെ ഇല അനങ്ങണമെങ്കിൽ ഞാൻ അറിയണം. എന്താ കഴിക്കാൻ വേണ്ടേ? എന്താ കഴിക്കാനുള്ളേ? ഇവിടെ ഇപ്പൊ പുട്ടും കടലുണ്ട്. എന്നാ കടലയും പുട്ടു കൊടുത്തു. അയ്യോ കടലയും പുട്ടും ഇവിടെ ഉണ്ടാവില്ല. ഇയാളെന്ത് തേങ്ങി പറയണേ? എന്നാ പുട്ടും കടലുണ്ടാവും. പുട്ടും കടലുണ്ട്, എപ്പോ എടുക്കാം? നിങ്ങളുടെ സ്ഥലം എവിടെ? എറണാകുളത്ത് എന്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അനീഷിന്റെ പേര് ഞാൻ മറന്നു. ചേട്ടാ അനീഷിന്റെ പേരെന്താ? മണ്ട, എറണാകുളത്തുള്ള നിന്റെ കൂട്ടുകാരൻ അനീഷിന്റെ പേര് എനിക്ക് എങ്ങനെ അറിയാനാ? നിങ്ങൾ എന്റെ അനിയന്മാരെ തന്നെ ആണോ മണ്ടന്മാരെ? എടാ അനീഷിനെ ഫോൺ വിളിച്ചു ചോദിക്കണം, അവന്റെ പേരെന്താന്ന്? ചേട്ടായിക്ക് ഭയങ്കര ബുദ്ധിയാട്ടാ. അല്ലെങ്കിൽ അമ്മ പറയാറുണ്ട് അച്ചായുടെ ബുദ്ധി ചേട്ടായിക്ക് ഇട്ടേക്കണേന്ന്. അച്ചായുടെ ബുദ്ധിയാ? അമ്മാരിങ്ങനെയാണെങ്കിൽ ഇമാരെ അച്ചായ മരമണ്ടനായിരിക്കണോല. ചേട്ടായി ചായയിടാൻ ചായപ്പൊടി ഇല്ലല്ലോ. എന്നാ കുറച്ച് കാപ്പിപ്പൊടി ഇട്ട് അവർക്ക് ചായ കൊടുക്കും. ചേട്ടായുടെ ഒരു ബുദ്ധി. ചേട്ടന്ന് ബില്ലെടുത്തോ? ബില്ല് കഴിഞ്ഞു, പകരം അപ്പ് കൊടുക്കട്ടെ. എന്താ പ്രശ്നം? ചേട്ടായി ഇവർക്ക് ബില്ല് കൊടുക്കാൻ. ക്ഷമിക്കണം, അവന് ഈ കടയിലെ പറ്റി ഒരു ധാരണയില്ല. അല്ല നിങ്ങൾക്ക് ബില്ല് പൊള്ളിച്ചതോടെ ബില്ല് വരട്ടിയതോണം. ഇവിടെ വിദ്യാഭ്യാസമുള്ള ആരുമില്ല. എന്താ പ്രശ്നം? ചേട്ടാ ബില്ല് വെച്ചിട്ട് ഒരു കുറച്ചു നേരമായി പൊട്ടം കളിക്കണം. നിന്നോട് കടവൻ ആൾക്കാരോട് മര്യാദയ്ക്ക് പെരുമാറാം. അല്ല നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന്? ബില്ല് കുറച്ചേരം കാത്തിരിക്കാൻ പറ്റൂ. പിന്നെന്താ? ഞാൻ അടുക്കള പോയി ഇപ്പൊ ഉണ്ടാക്കേണ്ട വരാ ബില്ല്. അത് പറഞ്ഞ വെപ്പിരായണം വരാത്തോണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ നിനക്ക് കിട്ടിയാലേ ബില്ല്. എന്റെ പൊന്നിയായിട്ട് തിന്ന സാധനങ്ങളുടെ പൈസയാണ് ഞാൻ ചോദിച്ചത്. അത് ശരി, അപ്പൊ നിനക്ക് ബില്ല് വേണ്ട. അപ്പൊ ചേട്ടൻ അറിയ ബില്ല് എന്താണ്? എന്നിട്ടാണ് ഇത്ര നേരം എല്ലാവരും തമാശ ചേട്ടൻ വിളിച്ചത് ബില്ല് എടുത്തിട്ട്. പോലെ ഞാൻ അടുക്കള പോയി ഇപ്പൊ ഉണ്ടാക്കിയ ബില്ല് പോവല്ലേ, കുറച്ച് പൊതിഞ്ഞു കൊണ്ടുപോകാം. നമ്മളും മണ്ടന്മാരോ? ഒരു വേണ ഈ ബില്ല് എങ്ങനെ ഉണ്ടാക്കണേ? എടാ തിരുമണ്ട, ആ തിളച്ചെണ്ണയിലേക്ക് എടുത്തിടാ. ഒരിഞ്ഞു വരുമ്പോ ബില്ലാവും. എനിക്കും പെണ്ണുള്ളതിനേട്ടാ, ഞാൻ ഇങ്ങനൊന്നും ചെയ്യൂല. ഞാനും ഇങ്ങനെ വിളിച്ചു പറയത്തില്ല. അതിന് നിനക്ക് വിളിച്ചു പറയാൻ ആരിയിരിക്കുന്നു? അതല്ലേ പറഞ്ഞ ഞാൻ വിളിച്ചു പറയത്തില്ലെന്ന്. നമ്മള് വിഷയത്തിന് തെന്നി. കല്യാണമായുള്ള തിരക്കുകളെ. ചേട്ടാ ആ 3 പന്തൽ പണിക്കാർ ജെറ്റിട്ടിട്ടില്ലല്ലേ? ശ്രദ്ധിച്ചില്ല, എനിക്ക് അതും കൂടെ നോക്കാനുള്ള ഒരു കേൾപ്പില്ലടേ. അത് നോക്കണം ചേട്ടാ. ഞാൻ 3 ഇന്നർ വാങ്ങി ചോദിച്ചിട്ടുണ്ട്. അത് ഇടാൻ പറയണം. ഇവിടെ ഗസ്റ്റ് ഒക്കെ വരുന്നതാണേ. ഈ മോൻ കെട്ടുന്ന പെണ്ണ് ഭാഗ്യവതിയാ. കാരണം ഇത്രയും കല്യാണത്തിന് ഇത്രയും മരിച്ചു നിൽക്കുന്നില്ല. കഴിഞ്ഞ 1 മാസമായിട്ട് ഓട്ടത്തിലാണ്. പിന്നെ 1 മാസം ആരെങ്കിലും ഓടും? അല്ല ഓടുന്നില്ല, പക്ഷെ ചന്ത നിലത്ത് വെച്ചിട്ട് ഒരു മാസവും അത്രയ്ക്ക് കൊണ്ടാടേ തിരക്ക. മനു, അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാവോ? എന്തിനാ? അല്ല അങ്ങോട്ട് നിന്നോ, വിളിക്കാം. ഇങ്ങോട്ട് പോയി. റൂൾസ് ഇല്ലേ ഇവിടെ? ഹൈറ്റ് വൈസ് എന്താ അസംബ്ലിയാ? ബാക്കി പടാ. അപ്പൊ എല്ലാരും ആയില്ലേ? അപ്പൊ ഫസ്റ്റ് വിഷ്ണു. പരീക്ഷ. ബമ്പിളിലെ ഫസ്റ്റ് ഡേറ്റ് ആണോ? അതെ, ബമ്പിളിന്ന് ഒരു ഹമ്പിൾ കുട്ടിയെ കിട്ടണമെന്നാണ് ആഗ്രഹം. അത് ഈ ഡിംബലായാലോ? ഓ, പിക്കപ്പ് ലൈൻ. നോട്ട് ഇംപ്രസ്. വിഷ്ണു എന്താ ലവ് മാരേജ് ചൂസ് ചെയ്തേ? അറേഞ്ച് മാരേജ് ചെയ്ത് കഴിഞ്ഞാ ജനിക്കുന്ന മക്കള് ചോദിക്കില്ലേ അച്ഛൻ കഴിവില്ലാത്തൊരു മൊണ്ണയാണോന്ന്? അത് പറയാനാണ് ചാൻസ് കൂടുതൽ. പൊക്കോ. ജിമ്മിലൊക്കെ അല്ല നിങ്ങൾ പൊക്കോ. നിങ്ങളെല്ലാരും പൊക്കോളാം. അതല്ല, വിഷ്ണു അങ്ങോട്ട് പൊക്കോ. റിസൾട്ട് ഞാൻ വാട്സാപ്പ് ചെയ്യാം വൈകിട്ട്. റിസൾട്ടാ? ഇതെന്ത് ബ്ലഡ് ടെസ്റ്റാ? ബ്രോ റിവ്യൂ ടഫാണ് കുറച്ച്. വിർജിനാണോ? കണ്ണാടി അടിച്ചാൽ പൊട്ടിക്കും. പോടാ കഴിവേറി. ഓക്കെ സെബാസ്റ്റ്യൻ. ഇനിയാണ് എന്റെ ഷോ. മേയ് ആ, അല്ല മേയ്. ആ ശരി. കുറച്ച് ഗ്യാപ്പ്. ഇതുവരെ 27 ഡേറ്റിന് പോയിട്ടുണ്ടെങ്കിലും ഇതേപോലൊരു ഡേറ്റ് ആദ്യമായിട്ടാണ്. ഇന്നത്തെ ഡേറ്റ് എന്താ സെബാസ്റ്റ്യൻ? ഒരു സെക്കൻഡ്, ഇപ്പൊ ഇംപ്രസ് ആക്കാം. ആ എനിക്ക് പോയേ. വെയിറ്റ് ചെയ്യാനല്ലേ? വെയിറ്റ് ചെയ്യാം. അവർക്ക് പോട്ടെ. വെയിറ്റ് ചെയ്യാനോ? ചെയ്യാന്നേ. അവന് സെറ്റായി. അവൻ എന്ത് പോവാത്ത? അതെ, 2 പേര് വെച്ച് വരാവോ? എനിക്ക് സമയമില്ല. ആക്ച്വലി ഐ എം എ വിർജിൻ. ഒന്ന് പോവോ താൻ? എനിക്ക് എന്തോ പോലെ തന്നെ കണ്ടിട്ട്. ഒന്ന് പോയേ. ചിലപ്പോ അത് സ്പെക്സ് വെച്ചതിന്റെ വേണ്ട വേണ്ട, വെച്ചോ വെച്ചോ വെച്ചോ. ആ വൃത്തിയുടെ അങ്ങ് പറയട്ട്. അത് മാറാൻ വേണ്ടിട്ടാണ് ഞാനിത് വെച്ചത്. ഞാൻ ഫാമിലിപരമായിട്ട് വെൽ സെറ്റിൽഡ് ആണ്. വീട്ടിൽ 2 പോത്തിനെ വളർത്തുന്നുണ്ട്. ഒന്നിവനും ഒന്നിവന്റെ അച്ഛനും. പണ്ണി. ആക്ച്വലി എനിക്ക് പെൺകുട്ടികളോട് വലിയ താല്പര്യമില്ലായിരുന്നു. എടാ അത് വേറെ വകുപ്പാ, വേറെ ആപ്പ് ഉണ്ട്. ഉടനെ ഞാനും അതിൽ വരും. തീർത്തോട്ട. അപ്പോഴാണ് തന്നെ കാണുന്നത്. തന്നെ കണ്ടപ്പോഴേ വയറ്റിലൊരു ഗുളുഗുളു. ലൂസ് മോഷനാന്ന് തോന്നുന്നു. താനൊന്ന്
പോടോ, തന്റെ വയലിൽ വൃത്തിയായിട്ട് കോമഡി വരുത്തോളാം. മതി മതി, നിങ്ങൾ പൊക്കോ, ഞാൻ വൈകിട്ട് ഒരുമിച്ച് റിസൾട്ട് അയച്ചോളാം. റിസൾട്ട് പോസിറ്റീവ് ആയിരിക്കണം. വെറുപ്പിച്ച് ഞാൻ ഇഷ്ടമെന്ന് പറയിപ്പിക്കും. താൻ വരുന്നില്ലേ? തൽക്കാലം ഇത്രയും മതി. വരട്ടെ.